പക്ഷേ കേരളത്തിൽ ഒരു സെർവറിലും കളിക്കാൻ പറ്റത്തില്ല എന്നുള്ള റൂള് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ. അത് കൊണ്ടുവരാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വീണ്ടും ഇപ്പോൾ ഇവിടുന്ന് അടുത്ത സിറ്റിയിൽ പോകും, കുറച്ച് നാൾ ഗ്യാപ്പ് എടുക്കും. ഗ്യാപ്പ് എടുത്തിട്ട് ഒരു 2 മാസം കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് അഡ്മിൻസിനോട് താങ്ങും. അഡ്മിൻസിനോട് പറയും, ബ്രോ ഒരവസരം കൊടുക്ക്, കൊച്ചി ഇറക്കനാ, നല്ല ഫ്യൂച്ചറുള്ള പയ്യനാ, അവനൊരു അബദ്ധം പറ്റിയതാ എന്ന് പറയുമ്പോൾ ഉടനെ ആ സെർവറിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ. ഇതാണ് ഈ കഴിഞ്ഞ കുറേ മാസങ്ങളല്ല വർഷങ്ങളായിട്ട് RP സെനാറിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം. അതാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ്. പുതിയ പേര് അല്ലെങ്കിലും പുതിയായിട്ട് ഇവര് ഇപ്പൊ ഒരു സെർവറിന് ബാങ്ക് കൊടുത്താലും ഇപ്പം ഇവന്റെ സൗണ്ട് വലിയ ഫെമിലിയർ അല്ലെങ്കിൽ മറ്റേ ഇത് ഇട്ടോണ്ട് വരാം, മറ്റേ സ്റ്റീമോ മാറ്റിട്ട് വരാലോ, സ്റ്റീം മാറ്റിട്ട് വീണ്ടും കളിക്കാലോ. അതെ അങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട്. കഷ്ടം. സ്റ്റീം മാറ്റി വന്നു കഴിഞ്ഞാൽ അറിയത്തില്ല, കാരണം അവന്റെ സൗണ്ട് ആർക്കും അവിടെ അഡ്മിൻസിന് ആർക്കും അറിയത്തില്ല. 5M ബാൻ വേണമെന്ന്. അതെ നോക്കാം. വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം കേസ്. വീഡിയോസ് ഒക്കെ കാണാം. ചില്ല. അപ്പം അണ്ടിയില്ലാത്തവനെ വേറെ വല്ല പണിക്കുമ്പോൾ സെർവറെ കളിക്കരുത്. നിനക്കൊന്നും അതിന്റെ യോഗ്യതയില്ല. എയിംബോട്ടുകളുടെ കളിയാണ് ഇപ്പം. മറ്റേ ഇടത്തോട്ട് പിടിക്കാൻ വലത്ത് പോയി തലക്കൊള്ളണല്ലേ. അതാണ് പിന്നെ ഇത് കണ്ടാ മാർക്ക് ചെയ്താടാ. വെടിയനല്ല, കൊട്ടൈക്കൊതിയൻ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവരും ലൈക്ക് ദി സ്ട്രീം ഗയ്സ്. ഗയ്സ് 8K വാച്ചിങ് 4K ലൈക്ക്. പകുതി പേര് ലൈക്ക് അടിച്ചിട്ടില്ലേ? ദൈവമേ, ലൈക്ക് അടിക്കാത്തവന്മാരൊക്കെ സിംഗിൾ ആയിട്ട് മരടിച്ചു പോണേ ഈശ്വര. ദൈവമേ, സിംഗിൾ അല്ല മറ്റേ സാധനം ചുരുങ്ങി ചെറുതായി പോണേ. ദൈവമേ ഈശ്വര ഭഗവാനെ. തണുപ്പൊക്കെ ആണെങ്കിൽ ഡ്രിഫ്റ്റിംഗ് ബസ്സൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യുന്ന കാലം. ഇത് മറിയണില്ലേ? ഇത് മറിയുന്നതാണ്, കൊക്കെ വീഴുന്നതാണിത്. അശ്വിൻ ബ്രോ താങ്ക് യു സോ മച്ച് 29. ബസ് വളച്ചാണ് കേട്ടോ പുള്ളി ഡ്രിഫ്റ്റ്. എടുപ്പൊക്കെ നോക്കിയ ബസ്, അത് വിഷയം കേട്ടാ. എന്റെ അമ്മോ, ബസ്സാ. ഇതൊന്നും സീനാവൂലേ? ഇതൊന്നും കേസൊന്നും ആവൂലേ? ഇത് കേസൊന്നും ഇനി കേസായാലുള്ളൂ. ഇനി കേസാണ് വീഡിയോ ഇത് MBD റിയാക്ട് ചെയ്താലേ ഉള്ളൂ. സത്യല്ലേ? ഇത് കഴിയുമ്പോ വണ്ടി കൊണ്ടുപോകല്ലേ? പുള്ളി സ്റ്റേഷനിലാണ് ഇപ്പൊ കിട്ടിയത്. ഇത് ഈ ഡിസ്കോഡിൽ കൊണ്ടുവന്നിട്ടത് ബസ്സിന്റെ ഓണർ കാണാണ്. ഈ അഭിഷേകാണ്. ഇവനാണ് ഡിസ്കോഡിൽ കൊണ്ടിട്ടത്. ഇതിന് കേസായാലും ഇവനെ പിടിക്കണം കേട്ടാ. വണ്ടി പ്രാന്തന്മാരൊക്കെ ഉണ്ട് ചെയ്ത് പക്ഷെ ബസ്സിന്റെ ഒരു ഫാൻസ് പ്രത്യേകമാണല്ലേ അണ്ണാ. അതുപോലല്ല ബസ്സിന്റെ ഫാൻസ്. കൊമ്പനൊക്കെ സമയത്ത് അഴിഞ്ഞാട്ടായിരുന്നു. കണ്ണാപ്പി ഒരു ബസ് എടുത്താലോ? കണ്ണാപ്പി അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബസ് 49 സീറ്റ്. 49 സീറ്റ് ബസ് എടുക്കാം അല്ലേ? പേരിടും പേരെന്തിടും? കണ്ണാപ്പിന്നോ? നല്ലൊരു പേരാണ്. നല്ലൊരു പേരാണ്. വേണ്ട നമുക്ക് ബസ് എടുത്ത് TV കിട്ടാല. തക്കുടു. ഒരു ബസ് നിന്റെയൊക്കെ വിചാരം? ഒരു പുതിയ ബസ് മേടിച്ച് ബസ് പോലെ പണിത് ഇറക്കാൻ എത്ര രൂപയാവും? ഒരു 18 ലക്ഷം രൂപ. 15 ലക്ഷം രൂപയ്ക്ക് പിടിക്കാം നമുക്ക്. കമ്പനി ഉണ്ട്. 18 ലക്ഷം രൂപയ്ക്ക് നിന്റെ അച്ഛൻ വെച്ചിരിക്കുന്ന ബസ്. 18 ലക്ഷം രൂപയ്ക്ക് നിന്റെ അച്ഛൻ. 18 ലക്ഷം രൂപ പറക്കുന്നില്ല പോലത്തെ സാധനം കിട്ടും. കിടക്കുന്ന സാധനം ഉണ്ട്. വേണോ? ഇപ്പം ടോക്കൺ കൊടുത്തിടാം. ഏത്? ഇവിടെ നമ്മുടെ വീണ്ടും ഫ്രണ്ടിൽ തന്നെയുള്ള തന്നെ സാബുച്ചാന്റെ ബസ്. 80 ലക്ഷോ? അണ്ണാ നമുക്ക് പ്രൈവറ്റ് ബസ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 80 ലക്ഷം രൂപയ്ക്ക് വണ്ടി മേടിച്ചിട്ട് ഈ പൈസ എന്ന് റിട്ടേൺ ബാക്ക് ഉണ്ടാക്കും? ഒരു ട്രിപ്പിന് നമുക്ക് എത്ര രൂപ ലാഭം ഉണ്ടാവും? മൊത്തം കിട്ടുന്ന ആകെ 40,000 രൂപയായിരിക്കും. അതിനകത്തൊന്നും 40 കിലോമീറ്ററിന് 7,000 രൂപ. അങ്ങനെ എന്തോ കണക്ക്. അത് ഇന്റർസ്റ്റേറ്റ് പോകുമ്പം പക്ഷെ അത് അതിലും കൂടും. ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ, കേരളത്തിൽ ഒരു ബസ് പോലും ഇല്ലെന്ന് ഇമാജിൻ ചെയ്യും. എന്റെ സമയം വെച്ച് ഞാൻ പറയുവാണേ, കേരളത്തിൽ ഒരു ബസ് പോലും ഇല്ലെന്ന് വിചാരിച്ചോ.
ഞാനൊരു ബസ് പണിതിറക്കിയെന്ന് വിചാരിച്ചോ, ഓൺ ദ സ്പോട്ടിൽ പുതിയ നിയമം വരും, കേരളത്തിൽ ഇനി ബസ് ഓടാൻ പാടില്ല. എന്റെ ഒരു സമയം വെച്ചിട്ട് അതാണ് സംഭവിക്കാൻ പോണം, മനസ്സിലായോ? ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഇരിക്കുമ്പോ ചില സമയത്ത് സീലിംഗ് ഇളകി തല വീഴും. ഹലോ ഈഗിൾ ബ്രോ, ഹലോ ബ്രോ, ഹലോ 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 സ്ട്രീം. പക്ഷെ അന്ന് മറ്റേ ഡ്രോണിന്റെ സാധനങ്ങളൊക്കെ കിട്ടിയില്ലാണ് ഞാൻ വന്ന് കാല് കുത്തിയപ്പോഴേ. അതെ 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 അതെ, ബാക്കി നോക്കട്ടെ. അണ്ണം പാടിയ ഞാൻ എന്റെ ഞാൻ ഇങ്ങനെയാണല്ലോ ഇരുന്ന് പാടുന്നേ. പെട്ടെന്ന് ഞാൻ ലൈവ് ശ്രദ്ധിച്ചില്ല. എടാ എന്താടാ ഒരു വീഡിയോ ചെയ്യുമ്പോ ഒരു മെനക്കൊക്കെ ചെയ്തോടെ? ഇത് ശൂന്യാകാശത്തിൽ നോക്കി ഞാൻ ഇങ്ങനെ വായും തുറന്നിരുന്നിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്തിരുത്? ഒരു നല്ലൊരു വീഡിയോ അതിനൊന്നും പ്രമോഷൻ ഇല്ല. മര്യാദക്ക് ഒരു വീഡിയോ ചെയ്തിടാൻ പറ്റത്തില്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. സ്നേഹം മര്യാദക്ക് വീഡിയോ നാളെ തന്നെ ഒരു ഫേസ് റിവ്യൂ വിത്ത് ഫേസ് റിവ്യൂ. ഒരു പാട്ട് പാടിയിടുക. I don't think people understand how big Michael Jackson was because they weren't alive when it was happening. He could literally have people passing out in Japan. They couldn't stand being near him. They'd freak out. There could not be another Michael Jackson. Now I'm very happy to present the Grammy Legend Award for 1993 to my big brother, Michael Jackson. Those were good songs. I like those songs. എടാ പുള്ളി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ ട്രാവിസ് സ്കോട്ടിന്റെ ഒക്കെ ആ റെക്കോർഡും മറ്റേ അതൊക്കെ എപ്പോഴും പൊട്ടിക്കുന്നില്ലേ? പഴം പോലെ പഴം പോലെ പൊട്ടിക്കാൻ. അന്ന് ഈ ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് തന്നെ ഇത്ര 5 ബില്യൺ എന്തോ അല്ലായിരുന്നു വന്നത്. പുള്ളി അപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഈസി ആയിട്ട് പൊട്ടിച്ചേനല്ലേ? ഈസി അത് പണ്ടേക്ക് പൊട്ടിച്ചേനെ പുള്ളി. കുറച്ചു നാളും കൂടെ പുള്ളി പണ്ടേ പൊട്ടിച്ചല്ലാണ് ഓഫ്ലൈൻ സമയത്ത് 5 ബില്യൺ. അല്ല സത്യം പറഞ്ഞാ പുള്ളി അപ്പൊ ഈ റീൽസ് ഒന്നും ഉള്ള കാലഘട്ടത്തിലല്ലായിരുന്നല്ലോ ശരിക്കും പറഞ്ഞുണ്ടായിരുന്നല്ലോ. വിത്തൗട്ട് ഇന്റർനെറ്റ് കാലഘട്ടമാണ്. 5.5 മില്യൺ 4.3 ബില്യൺ. അപ്പൊ ഇന്റർനെറ്റ് ഇൻഫ്ലുവൻസ് കൂടെ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുള്ളി എല്ലാരും ടോപ്പ്. Especially like he's alive. എടാ കൊറേ പേര് പറയണടാ ഇവൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഈ ബോബും ഞാൻ കാണിച്ചെന്തിനാണ്? ഞാൻ കാണിച്ചില്ല വീഡിയോ. ഞാൻ എന്നിട്ട് എന്താ പുള്ളി ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അത് എനിക്ക് അറിഞ്ഞൂടാ. അണ്ണ ആലോചിച്ച് നോക്കിയാണ്. ഒറ്റൊരു ദിവസം അണ്ണൻ രാവിലെ കഴിച്ച് ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോ മൈക്കിൾ ജാക്സന്റെ ഇൻസ്റ്റയില് ലൈവ് നോക്കുമ്പോ അതേ രൂപധാരശമുള്ള ഒരാള്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാള് പറയണ ഞാനാണ് മൈക്കിൾ ജാക്സൺ, ഞാൻ മരിച്ചിട്ടില്ല, ഇത്ര നാള് ഒളിവിലായിരുന്നൊക്കെ പറഞ്ഞ ഒരു സാധനം പൊട്ടി പുറപ്പെടുവിച്ചാ എന്തൊരായിരിക്കും? കത്തും എന്റെ അമ്മോ, കത്തും. അയ്യോ ഇപ്പോഴെല്ലാരും വിശ്വസിച്ചിരിക്കുന്ന പുള്ളിയല്ലേ? ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. BTS ആർമി കരയുന്നു. അയ്യോ ബ്രോ, പുള്ളി ഒന്നും വെച്ച് BTS ഒന്നും കമ്പയർ ചെയ്യില്ലേ? സത്യം BTS 2 തൊടി അപ്പുറത്ത്. ഇത് വേറെ ആൾക്കാരെ പറ്റി സംസാരിക്കണേ. ഇത് മറ്റേ കൊറിയൻ ബോയ്സ് അല്ല, എപ്പോഴേ പറയാ കേട്ടാ. അയ്യോ അതൊന്നും വെച്ച് ഇങ്ങേറെ അടുത്തോട്ടൊന്നും അതൊന്നും കൊണ്ടുവരല്ലേ ദയവേത്. സോറി BTS ആർമി കാണുന്ന പിള്ളേരുടെ അടുത്തൊക്കെ എന്റെ ക്ഷമിക്കണം. അത് കമ്പയർ ചെയ്യാൻ പറ്റിയ സാധനം അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാ. പുള്ളിയൊക്കെ മൈക്കിൾ ജാക്സൺ എന്നെ റാപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അഭിമാനത്തോടെ പറഞ്ഞ സ്ത്രീകൾ കാണും. കാണും. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ വണ്ടികളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുമല്ലേ? ഇതെല്ലാം ചെയ്യാൻ പറ്റും. കേരളത്തിന് മലപ്പുണ്ട്, പത്തനംതിട്ട ജില്ലയൊക്കെ ഉണ്ട്. അണ്ണന്റെ വീട്ടിലൊക്കെ വരാൻ പറ്റും ഓടിച്ച്. ഇപ്പൊ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാമായിരുന്നു. സീരിയസ് ആയിട്ട് പറഞ്ഞാ കലഞ്ഞൂർ സ്കൂളൊക്കെ ഉണ്ടെന്ന്. സുബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഹുഡി. സുബ്രോ എനിക്കൊന്നൊരു ഹുഡി ഓർഡർ ചെയ്ത് തന്നായിരുന്നു. ഇവിടെ ഇരിപ്പുണ്ട്, പുറകിലിരിപ്പുണ്ട്. താങ്ക് യു സോ മച്ച് സുബ്രോ. അടുത്ത ലൈവിലിടാം. എടാ അങ്ങനെ കസ്റ്റമർ വേറെ ഈ വണ്ടികളൊക്കെ കേറ്റാൻ പറ്റും. അല്ലല്ല കസ്റ്റമർ മാപ്പ് ഉണ്ട്. കേരളം ഉണ്ടോ? കേരള മാപ്പ് ഉണ്ട്. നമ്മുടെ കുടലൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാ സ്ഥലവും എല്ലാം ഉണ്ട്.
മറ്റേ പുള്ളിയല്ലേ എന്താടാ ഇത് എങ്ങനെ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ടെൻടാക്ഷൻ ആണോ? കൊറേ അത് പല ആൾക്കാരും പല സ്റ്റൈലിലാണ് പുള്ളിയെ കൊന്നു കളഞ്ഞതാണല്ലേ? പുള്ളി വെടിവെച്ചു എന്റെ അമ്മോ, പുള്ളിയുടെ വളർച്ച കണ്ട് വെടിവെച്ചു. അതെ, പേടിയാണോടെ? പുള്ളി അങ്ങ് ചെറിയ പ്രായത്തിൽ അങ്ങ് വളർന്ന് പന്തലിച്ച് പുള്ളി 19 വയസ്സ്. വീട്ടിലെ ഗേറ്റ് അടക്കി എന്നിട്ട് ലൈവ് കാണുന്നത്. അവിടെ ചെറുക്കാൻ പോയി അടച്ചിട്ട് ഗേറ്റ് തുറന്നിട്ടാണോ വരുന്നേ? അച്ഛൻ വന്ന് ഇവിടെ. താങ്ക് യു സോ മച്ച് 1080 റൈസ് ഓഫ് എ സൂപ്പർ സ്റ്റാർ. നമ്മൾ പല സമയങ്ങളും ഇരുന്ന് കുറെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കേസിൽ ഒരു സമയത്ത് ഞാൻ ഇതിന്റെ മുകളിൽ ചാടി തീരുമാനമായാലോ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ കടന്നുപോയി. നിങ്ങൾ ജോലി ഒഴിവാക്കി അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ കടന്നുപോയിട്ട് ഒരു സക്സസ് സ്റ്റോറി നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു? എന്റെ പഠിത്തം മാറ്റി വെച്ചത് തന്നെ എനിക്ക് തോന്നുന്നു എന്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. പിന്നെ ജോലിയും വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഒരു പോയിന്റില് അതുമില്ല. പിന്നെ ഈ കരിയർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു പിടി കിട്ടാത്തൊരവസ്ഥ. തിയേറ്ററിൽ കണ്ടപ്പോ എനിക്ക് KGF തന്നെ, എനിക്ക് യാഷിന്റെ സ്ട്രക്ചർ തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. പറയാതിരിക്കാൻ ഈ ഫൈറ്റ് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഫൈറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ എൻ്റെ അമ്മോ അതൊരു ഒന്നൊന്നര സാധനമായിരുന്നു കേട്ടോ. തിയേറ്ററിൽ ഇത് കണ്ടപ്പം പുള്ളിയുടെ ആ ഫിസിക്കും സ്ട്രക്ചറും നല്ല പണി എടുത്തിട്ടുണ്ടോ ഇങ്ങനെ, അത് പറയാതിരിക്കാൻ വയ്യ. പുള്ളിയും വിഷയമാണ്, വില്ലനും വിഷയമാണ്. ബ്രോ 5000 ഇൻവെസ്റ്റഡ് ബിഫോർ 1 month, ടുഡേ റിട്ടേൺ 8 lakh. ഫർഹാൻ മുഹമ്മദ് 40 രൂപ. 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു മാസം ടുഡേ റിട്ടേൺ 8 lakh. ആ ബ്രോ നല്ലത് വരട്ടെ ഫർഹാൻ. അല്ല എങ്ങനെയാന്ന് അറിയണ്ട ഫർഹാൻ ബ്രോ. വേണ്ട വെറുതെ എങ്ങനെയാന്ന് നമുക്ക് അറിയണ്ട. ഞാനിതിപ്പോ എങ്ങനെയാന്ന് ചോദിച്ചാൽ അവൻ ഏതെങ്കിലും ആപ്ലിക്കേഷന്റെ പരസ്യം എന്ന് പറഞ്ഞ് 10,000 രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത് എന്തായാലും എടാ 8 ലക്ഷം കിട്ടിയിട്ട് നീ 40 രൂപ സൂപ്പർ ചാറ്റ് ചെയ്തപ്പോഴേ നീ പറയണ കള്ളമാണെന്ന് നമുക്ക് മനസ്സിലായി. നീ ഒരു 10,000 രൂപ സൂപ്പർ ചാറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലായി. 10,000 കിട്ടിയാലോ 10,000 രൂപയ്ക്ക് സൂപ്പർ ചാറ്റ് 10,000 രൂപയ്ക്ക് സൂപ്പർ ചാറ്റ് ചെയ്താൽ നമ്മൾ വിശ്വസിച്ചേനെ അല്ലേ? അതെ സത്യം, ഇത് ഭയങ്കര 8 ലക്ഷം രൂപ കിട്ടിയിട്ട് 40 രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത് നീ അത് പറഞ്ഞത് ഞാൻ തൂറി എറിഞ്ഞു മൈക്കില്. അപ്പൊ നമ്മള് പറഞ്ഞത് ഉണ്ണിമുത്തിന്റെ കാര്യം. പുള്ളി സിഗാറൊക്കെ വലിക്കുന്നത് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഫുൾ സിഗാർ. അയ്യോ എടാ നിനക്ക് വേദന എടുക്കുന്നുണ്ടോടാ? നിനക്ക് വേദന എടുക്കുന്നുണ്ടോ? ഒരു സീനുണ്ട്, അത് കണ്ടില്ല. വിഷയം പടമാണ്. ഇല്ലല്ലോ ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയത്തില്ല. നല്ല പടമാണ്, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പോയി കാണാം, നല്ല രസമാണ്, അടിപൊളിയാണ്. ബ്ലാസ്റ്റേഴ്സ് ജയിച്ചറിഞ്ഞു ഗൈസ് 10K വാച്ചിങ് 8.5K ലൈക്ക് 2500 പേര് ലൈക്ക് ചെയ്തിട്ടില്ല. ലൈക്ക് അടിക്ക്. ഈഗിൾ ബ്രോ ഫേവറേറ്റ് മൂവി റിവ്യൂർ ആരാണ്? അരുൺ മോഹൻ ബ്രോ. ഞാൻ ഒരാളുടെ റിവ്യൂ കണ്ട് പടം കാണത്തില്ല. പുഷ്പയാണെങ്കിൽ ഇപ്പം ഞാൻ പുഷ്പ എന്ന് പറയുന്ന ഫിലിം കണ്ടിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ കൂട്ടുകാരുടെ പടം കാണാൻ പോണത് ശരിക്കും അവരായിട്ടുള്ളൊരു മൊമെൻറ്റ്സ്, എത്ര ചളിപ്പടമാണെങ്കിലും അവരുടെ കൂടെ വെളിയിൽ പോണത്, അവരുടെ കൂടെ ഇരിക്കുന്നത്, സംസാരിക്കുന്നത്, നമ്മൾ പോകുമ്പോൾ ഉള്ള കോൺവെർസേഷൻ, ഇതൊക്കെയാണ് ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ എനിക്ക് പേഴ്സണലി ഉള്ള ഒരു ടൈം എന്ന് പറയുന്നത്. അതർ ദാൻ ഗെയിമിങ്, പുറത്തു പോവുക എന്നുള്ളൊരു കാര്യമൊക്കെയാണ് എൻ്റെ മനസ്സിൽ സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞു വരുമ്പോൾ. ഞാൻ റിവ്യൂ നോക്കിയിട്ട് പടം കാണാൻ പോകാറില്ല. ഞാൻ റിവ്യൂ നോക്കിയിട്ട് പടം കാണാൻ പോകാറില്ല, ഒന്നാമത്തെ കാര്യം. അതായത് നമ്മൾ വെറും ന്യായീകരണമാണ്. മറ്റേ ഈ പറയണത് പോലെ ഒരാളുടെ ഇത് കണ്ടിട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നുണ്ടല്ലോ, ചില സമയത്ത് ചില മൂവികൾ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ വേറൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂ കേട്ടിട്ട് നമ്മൾ അവിടെ പോയിരുന്ന് കണ്ടാൽ എത്ര നല്ലതാണെങ്കിലും നമുക്കും തോന്നും അല്ല കൊള്ളത്തില്ലെന്ന്. കാരണം ഇല്ല അതിനകത്തൊരു ഡയലോഗ് പറയത്തില്ലേ, ചില സാധനങ്ങൾ ഫേമസ് ആയ ആൾക്കാർക്ക് അത് കൊള്ളത്തില്ലെന്ന് പറയാനും പേടിയാ, കൊള്ളാന്ന് പറയാനും പേടിയാ, അത് വരും. അതുകൊണ്ട് ഞാൻ ആരുടെ റിവ്യൂ കണ്ടിട്ട് പോകത്തില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയത്തില്ല. ഞാൻ പറയാം, എൻ്റെ ആണെങ്കിൽ പോലും ഞാൻ അത് കൺസിഡർ ചെയ്യത്തില്ല.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പടം ഏതാണോ അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ കൽബ് എന്ന് പറയുന്ന ഫിലിമിനെ പറ്റിയൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയാണ്. പേഴ്സണലി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ക്രിഞ്ചായിട്ട് തോന്നുന്നവരുണ്ടാവാം. അതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്ന സാധനമാണ്. അത് നിങ്ങൾ ഒരിക്കലും വേറൊരാളുടെ കണ്ടിട്ട് പോയി പടം കാണരുതെന്ന് പറയും. ഇറങ്ങിയിട്ട് പോയി കാണുക. ഞാൻ ഫിലിം കണ്ടതിന് ശേഷം ചില ആൾക്കാർ എന്താ ഇതിനെപ്പറ്റി പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് റിവ്യൂസിൻ്റെയൊക്കെ നോക്കാറുണ്ട്. അല്ലാതെ ഞാൻ അങ്ങനെ വലുതായിട്ട് ഫിലിം റിവ്യൂ ചെയ്യാൻ ഒരാളുടെ ഫാനല്ല, ഒരിക്കലും ഒരാളുടെ അല്ല. എനിക്കങ്ങനെ ഫേവറേറ്റ് എന്ന് പറയാൻ ആരുമില്ല. അരുൺ മോഹൻ ബ്രോ, നമുക്ക് ഇഷ്ടമുണ്ടോ കാണുക, അത്ര. നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു ബോയ് ആണോ? ജോലിയോ അല്ലെങ്കിൽ ലൈഫിൽ പ്രത്യേകിച്ച് തിരക്കളൊന്നും ഇല്ലാത്ത ഒരാളാണോ? ഗേൾസിന്റെ കൂടെ 2 മണിക്കൂർ ഷോപ്പിങ്ങിന് പോകാനോ, അല്ലെങ്കിൽ അവരുടെ ഒരു കഫേയിലേക്ക് കോഫി കുടിക്കാൻ പോകാനോ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷന് അവരെ ബോയ് ഫ്രണ്ട് ആയിട്ട് പോകാനോ നമുക്ക് താല്പര്യമുണ്ടോ? വെറുതെ വേണ്ട, പൈസയും കൂടി കിട്ടുന്നുണ്ടെങ്കിലോ എങ്ങനെയുണ്ട്? പറഞ്ഞത് വെറുതെ അല്ല. ഇത് നിലവിൽ വിയറ്റ്നാമിലുള്ള റെന്റ് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു ട്രെൻഡാണ്. വിയറ്റ്നാമിൽ പെൺകുട്ടികൾ സിംഗിൾ ആയിട്ട് നടക്കുന്നതോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തതോ അവിടുത്തെ ആളുകളുടെ ഉള്ളിൽ ഒരു മോശപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ പെൺകുട്ടികൾ ബോയ് ഫ്രണ്ട്സിന് വാടകയ്ക്ക് എടുത്തിട്ട് കറങ്ങാൻ പോകുന്നത്. ഇതൊക്കെ ഒരു 1.5 വർഷം മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിലോ. പിന്നെ ഞാൻ നേരത്തെ വെറുതെ അല്ല, ഒരു ഗേളിന്റെ കൂടെ 2 മണിക്കൂർ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു കോഫി ഷോപ്പിൽ കോഫി കുടിക്കാനോ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ വിയറ്റ്നാം ഡോങ് ആണ് കിട്ടുന്നത്. അതായത് ഓൾമോസ്റ്റ് 1000 തൊട്ട് 2000 രൂപ വരെ. ഇനി പെൺകുട്ടികളുടെ കൂടെ അവരൊരു ഫാമിലി ഫംഗ്ഷൻ നിങ്ങൾ ബോയ് ഫ്രണ്ട് ആയിട്ട് പോണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1 മില്യൺ വിയറ്റ്നാം ഡോങ് വരെയാണ്. അതായത് ഓൾമോസ്റ്റ് 3000 തൊട്ട് 4000 രൂപ വരെ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 4000 രൂപയോ? വിലയില്ല അവിടുത്തെ പൈസക്ക് ഭയങ്കര വില. എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് ഉറപ്പ്. നിങ്ങളുടെ സിംഗിൾ ആയിട്ടുള്ള അവർക്ക് താങ്ക് യു സോ മച്ച് 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. എടാ ഇത് ഷോ ഡൗൺലോഡ് ചെയ്ത് ഏതോ ഡൗൺലോഡ് ചെയ്ത് ഏതോ തുണ്ട് പോടാ അച്ഛൻ അയച്ചു കൊടുക്കുകയും ചെയ്യും ലിങ്ക്. ഓ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടോ തെളിവാൻ കയറി പറഞ്ഞിരുന്ന അല്ല 1.5 വർഷം മുമ്പ് ബ്യൂട്ടിഫൈ, അതായത് 1.5 വർഷം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒക്കെ പയ്യന്മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നെന്ന്. ഞാൻ എന്തായാലും രക്ഷപ്പെട്ട്, മീൻസ് ഞാൻ രക്ഷപ്പെട്ട്. എനിക്ക് ഇതിനൊന്നും സമയം കളയേണ്ട വന്നില്ലല്ലോ. ഇപ്പൊ നീ നാളെ ചോക്കി, ഞാൻ അതിന് പോയിരുന്നെങ്കിൽ ഇപ്പൊ ലൈവ് ഇടാൻ പറ്റുമായിരുന്നോ? വിയറ്റ്നാമിൽ ഇരിക്കേണ്ട വന്നേനെ. എനിക്കതിന് താല്പര്യമില്ല. ഇതാകുമ്പോ എനിക്ക് എന്റെ വീട്ടിൽ 1 ലക്ഷം രൂപ കൊണ്ടുപോകണം ഒരു ചായ കുടിക്കാനായിട്ട്. ചാക്കിൽ പൈസ നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അണ്ണാ ഞാൻ വരച്ചത് ഇൻസ്റ്റയിലൊന്നും വലിയ റീച്ച് ഇല്ല. അണ്ണ ഒന്ന് റിയാക്ട് ചെയ്തിട്ട് വേണം വൈറലാകാൻ. എടാ ഞാൻ റിയാക്ട് ചെയ്താൽ വൈറലാവും എന്നൊക്കെ പറയണത് വെറുതെയാണ്, സീരിയസ് ആയിട്ട്. ഉണ്ണിമുഖന്തൻ റീലോഡ് ഇവൻ തൊട്ടാലോ പൊന്ന്, അധ്യായം 2 ഇവൻ അധ്യായം നീ പ്രിന്റ് എടുത്തല്ലേടാ ഇത്? സത്യം പറ. ഇതുപോലെ വിഷയം ബ്രോ, വിഷയം കിടലം. ശ്രീകാന്തെ കിടലം. അണ്ണ കുറച്ച് മോട്ടിവേഷൻ. പിന്നെ അണ്ണന്റെ ഫാൻസ് പറ്റുമെന്ന് കരുതുന്നു. പറ്റുവാണെങ്കിൽ ഫോളോ. അവന്റെ ഐഡിയ ഇല്ല. ഞാൻ ഈ കുപ്പി കടയിൽ നിന്ന് 20 രൂപയ്ക്ക് വാങ്ങിയത്. ഇതേ കുപ്പി തിയേറ്ററിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 50 രൂപ. അതേ കുപ്പി എയർപോർട്ടിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 100 രൂപ. പക്ഷെ ഇവിടെ കുപ്പിയുടെ പരസ്യത്തിന് വന്നല്ലേ, കുപ്പി മാത്രമല്ല നിങ്ങളുടെ കാര്യത്തിൽ അതന്നെയാണ്. നമുക്ക് എവിടെ വാല്യൂ കിട്ടണോ നമ്മൾ അവിടെ പോകാൻ ശ്രമിക്കും. നമുക്ക് വാല്യൂ കഴിഞ്ഞാൽ നമുക്ക് ഒന്നും സാധിക്കാൻ സാധനം ഞാൻ ഇംഗ്ലീഷിൽ എവിടെയോ കണ്ടിട്ടുണ്ട്. ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം എത്ര മുട്ട കഴിക്കാൻ നിങ്ങൾക്ക് അറിയൂ? അതും എപ്പോ കഴിക്കണം എന്നുള്ളത്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവസം 2 മുട്ട വരെ കഴിക്കാം. അതും രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 2 എഗ് വൈറ്റും 1 ബോൾ എഗ്ഗും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ യൂസ്ഫുൾ ടിപ്സിന് വേണ്ടി പേജ് ഫോളോ ചെയ്യും. എന്ത് പറ്റി? യൂസ്ഫുൾ ട്രിക്ക് അല്ലേ?
എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീയൊക്കെ ഇവിടെ വന്ന് സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് നിനക്കൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ സിംഗിൾസ് ആയിട്ടിരിക്കുന്ന മറ കണ്ണ് കിട്ടി നാളെ അവള് വേറെ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോകും. ഒരു സംശയമില്ല. ഇവിടെ അമ്മാരി പ്രാക്കൊക്കെയാണ് പ്രാവണത്. ഞാൻ അതുകൊണ്ട് വലുതായിട്ട് ആരോടൊന്നും പറയാതെ പെട്ടെന്ന് കല്യാണം കഴിച്ചു. അതുകൊണ്ടല്ലേ എടാ പോയി നീ എത്രയും പെട്ടെന്ന് സേഫ് ആക്കാൻ എന്തെങ്കിലും ചെയ്തോ. എപ്പിസോഡ്. അപ്പൊ ഇവന്റെ 198 വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല. മോഹൻലാൽ മോനെ ഇനി നിങ്ങൾ സോറി നിങ്ങളല്ല ഇവ നിങ്ങൾ കാണുമ്പോൾ നേക്കടെ ഉച്ചക്ക് കഴിച്ചു കറി എന്താ പറഞ്ഞേ മീൻകറി ചോറൂല ഇത് കഴിക്കാം. എനിക്ക് എന്റെ ഷർട്ടിന്റെ സൈസ് ഇല്ല. ഇത് കഴിക്കാം. എന്താ ഇത് മറ്റേ മെന്റലിസ്റ്റുകൾക്കുള്ള ഇതാണെന്ന് തോന്നട്ടെ. ഇവിടെ എന്താണ് ഗെയിമിംഗ് കൺസോൾ? വിയറ്റ്നാം സീൻ സത്യമാണ്. ഞാൻ അവിടെ ആണ് ട്രിപ്പ് പോയത്. പൈസയും കിട്ടും, പക്ഷേ കിണുങ്ങുന്ന മണിയുള്ള പെണ്ണുങ്ങളാണെന്ന് മാത്രമോ? മണി വീട്ടിൽ കൊണ്ടുപോകാം. അയ്യോ മണി വീട്ടിൽ കൊണ്ടുവരാ. ഗെയിമിംഗ് കൺസൾട്ടന്റ് ശരിക്കും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. അനുഭവ ഗുരു. താങ്ക് യു സോ മച്ച് മുബി ബ്രോ. താങ്ക് യു സോ മച്ച് 40. എടാ സുഖമല്ലേ? എവിടെ വിളിച്ചിട്ടൊക്കെ കുറെ ആയി. എടാ മുബി, എടാ നിന്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് പോവാടാ. നിന്നെ ഞാൻ എത്ര ഇവിടെ കൂടുതലെ സ്റ്റേഷനില്ലേ ഒരാൾ വന്നിട്ട് കഞ്ചാവ് കേസ് കേൾക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നിന്റെ നമ്പർ മാത്രം എൻ്റെ ഉള്ളായിരുന്നു. കൊടുക്കാൻ നിന്നെ അന്നോട്ട് തിരക്കാണ്. നീ നമ്പർ ഒന്ന് പുതിയ നമ്പറിൽ എനിക്കൊന്ന് വാട്സാപ്പ് മെസ്സേജ് അയക്കണം കേട്ടാ. എന്തെങ്കിലും കേസുള്ളവരത് പറയാം സ്റ്റേഷനിൽ. അവൻ എന്തോ പരിചയം മറ്റേ ഞാൻ ഡെയിലി അവനെ വിളിച്ചിട്ട് കിടക്കുന്നത് പോലെയാണ്. 40 രൂപ എന്തിനു വിളിച്ചിട്ട് കുറെ ആയി കേട്ടാ. എന്താ വിളിക്കാത്ത സൗഹൃദ പോണോ? പോയിട്ടോ കാണാം. ഞാൻ വിളിക്കുന്നത്. ഞാൻ ജോക്കർ ബ്രോയോട് അല്ല ഡെബിൻ ബ്രോയോടെ വരുമ്പോ വാ. പരിചയം സ്കൈഡാക്സും ഇവനും നിക്കോണും. അവൻ പോയിട്ട് നാളെ മറ്റന്നാ കഴിഞ്ഞ് വരും. ഇവിടെ തന്നെ ബ്രോ ഡ്രൈവിംഗ് ഇതെന്താ നവനീത് കൃഷ്ണൻ ബ്രോ. അണ്ണാ സിംഗർ സോങ്ങിൽ ഒരു വീഡിയോ ഉണ്ട്, കാണോ പ്ലീസ്. കാണാം ബ്രോ. സിദ്ധാർത്ഥ് പ്രേം ബ്രോ താങ്ക് യു സോ മച്ച് 20. ബ്രോ ഡ്രൈവിംഗ് ലൈവിൽ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞില്ലേ KSRTC ഓർ എനി വെഹിക്കിൾസ് മോഡ്സ് ആഡ് ആക്കാൻ പറ്റും. ബ്രോ കേരള മാപ്പും ആഡ് ആക്കാം. ബ്രോയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗെയിമിംഗ് ഗരാജിൽ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചാൽ അറിയാം. ഇത് സ്ട്രീം ഇട്ടാൽ പൊളിക്കുവണ്ണ. പറഞ്ഞിട്ട് പോയ ഡ്രൈവർ വാസം ആരും കണ്ടില്ലെന്ന്. കായംകുളം പത്തനാപുരം കായംകുളം കണ്ണാപ്പി. ഞാൻ നാളെ രഘുലിന്റെ PC-യിൽ അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ ലൈവ് വരാൻ പോണു കേട്ടാ. തലക്കെട്ടൊക്കെ കെട്ടി ബസ് ഓടിക്കും. നാളെ ഓടിച്ച് കായംകുളം കട്ടൊക്കെ. മൊബൈൽ പോയിന്റ് ഇത് എല്ലാം ഉണ്ട്. സാധനം സെറ്റില്ല ഗൈസ്. ബെല്ലാരി വീഡിയോ ഒക്കെ കാണാം ഗൈസ്. സ്പാം ചെയ്യില്ല, ഞാൻ കണ്ടോളാം. കാണാം. അത് കൊള്ളാല്ലേ, സാധനം കൊള്ളാം. കണ്ടിട്ടില്ലേ? കാണാൻ മസ്റ്റ് വാച്ച് ആണ്. ഫൈറ്റ് ക്ലബ് 1999. I'm working on a thing called the Fight Club. And tell me about that. It's about two guys who start this amateur boxing league for underprivileged youth and the woman who comes between them. Ah. But we twisted them. ഏതാ ഇത്? ഫിലിമാണോ പടമാണോ? ഫിലിമാണ് പണ്ടത്തെ. നിങ്ങളൊക്കെ കണ്ടാണോ? കിടലാണോ ഇത്? ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ഇത് കണ്ണാപ്പിക്ക്? അതെന്താ
കഥയെന്ന് പറഞ്ഞ ഫൈറ്റ് ആണ്, ഫുൾ ഫൈറ്റ് ആണ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ കൂട്ട് അണ്ണാ ഇല്ലണ്ണാ ഞാൻ കണ്ട നിന്റെ കൂട്ടൊരു കുണ്ണ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉണ്ട് രഘുല്. നിങ്ങളെ രണ്ടെണ്ണത്തിനെയും പോലെ ഞാൻ വേറൊരാളെ കണ്ടിട്ടില്ല, അത് ഞാൻ പറയാം. അല്ലല്ലല്ല അതിന്റെ അകത്ത് ഒരു ക്യാരക്ടർ ഉണ്ട്, ബോബ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, റോബർട്ട് ബോബ്. കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ആണോ? മസ്റ്റ് വാച്ച് ഞാൻ കണ്ടിട്ടില്ലടാ, സത്യമായിട്ട് ഞാൻ മിസ് ഔട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല ഞാൻ കണ്ടുള്ളൂ. ഞാൻ ഫൈറ്റ് ആണ് തുടക്കം തൊട്ട് അവസാനം വരെ. അണ്ണാ അതൊക്കെ മസ്റ്റ് വെച്ചാൽ കാണണം. ടോപ്പ് നോച്ച് ആണല്ലേ? ഇത്രയും കിടിലമായിരുന്നു എല്ലാരും പറയണത്. എവിടെ അണ്ണാ ഇത് പണ്ടത്തെ 1999 ഞാൻ ജനിച്ചിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഉള്ള പടം. വിയറ്റ്നാമിൽ എല്ലാ മണികളും കിലുങ്ങില്ല, പിസ ഉണ്ടെന്നോ? സനീഷ് ടിഎസ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. അതെനിക്ക് മനസ്സിലായില്ല. പൊളി മൂവിയാണ്, കാണാം. അണ്ണാ പാലക്കാട് മൊത്തം സീനാണല്ലോ. പാലക്കാട് ആകെ സീനായിക്കണല്ലോ. കണ്ണ് കാണാത്തൊരു ആരോട്ടെ കൊന്നിക്ക. എന്നിട്ട് ഓന്റെ ഏട്ടൻ വന്നിട്ട് കൊന്നോരെ തെരഞ്ഞു പോയപ്പോ ഏട്ടന്റെ ഫാമിലി മൊത്തത്തിനെ ഓലോട് കൊന്നു. എന്നിട്ട് ഏട്ടൻ ബാക്കിയുള്ളവരെയും കൊന്നു. എന്റെ പേര് വെക്കണ അണ്ടിപ്പിടിയൻ. എന്റെ മകളുടെ പേര് വെക്കാണ്. എടാ അത് പാലക്കാട് ഒരാൾ മുണ്ടും പൊക്കി നിൽക്കുന്നു, നീ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ. അതാണ് ഓഡിയോ. എന്തൊക്കെ തരം ആൾക്കാരാണ് ദൈവമേ ഇവിടെ. സ്പോയിലർ എടാ, സ്പോയിലർ ഒന്നും അല്ല ഗൈസ്, അത് ഓൾറെഡി എല്ലാവരുടെ പറഞ്ഞല്ലേ. നിങ്ങൾ അത്രയും വിചാരിച്ച് കാണാൻ പോയാൽ മതി. ഫാമിലിയിൽ ഒരാൾ മരിക്കുന്നു, അതിൻ്റെ റിവെഞ്ച്, അത്രേ ഉള്ളൂ. അതാണ് ഫിലിം. അത് പോയും കണ്ടാൽ മതി. അതതിൻ്റെ ഇതിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ വോയിസ് ഇതാണ് ട്രെൻഡ് കേട്ടോ. ഗെയിം ചേഞ്ചർ ഓഫ് മോളിവുഡ്. ട്രാഫിക് അല്ലേ എന്റെ അമ്മോ, പടോടാ. ഇത് കാണുമ്പോണ്ടല്ലോ എനിക്ക് ഇതിനകത്ത് കുറെ മോട്ടിവേഷൻ ഉണ്ട്, വിഷമമുണ്ട്. എന്റെ അമ്മോ, ഇതൊരു 1.5 ഫിലിമാണ് ഗൈസ് ഈ ട്രാഫിക്. നിങ്ങളിത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം കാണണം. പാട്ട്, മേക്കിംഗ്, ആക്ടർ, സത്യം എല്ലാം പൊളിയാ. എന്ത് പടമല്ലേ? ഒരു സാധനം തന്നെ. ശ്രീനിവാസനൊക്കെ സത്യടാ. ഈ ഒരു മോശം സീനാണ് ഗൈസ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കിടിലമാണ്, നല്ല പടമാണ് സത്യമായിട്ട് പറയാം. രഞ്ജു എസ് യു ബ്രോ താങ്ക് യു 1000 rupees. വിയറ്റ്നാമിലെ വിശേഷം ചോദിച്ചപ്പോൾ ഒന്നും പ്രത്യേകിച്ചില്ല എന്ന് പറഞ്ഞ് എന്നെ കവളിപ്പിച്ചത്. വീട്ടിലേക്ക് ഇനി വരണ്ട എന്നൊന്ന് പറഞ്ഞേക്ക്. ഈഗിൾ ചേട്ടൻ വീട്ടിൽ കൊണ്ടുപൊക്കോ. വിയറ്റ്നാമിലെ വിശേഷം ചോദിച്ചപ്പോൾ ഒന്നും പ്രത്യേകിച്ചില്ല എന്നാണ് എന്നെ. അയ്യോ, ഇത് രഞ്ജു എസ് യു ആരാന്ന് മനസ്സിലായോ? നമ്മുടെ ഗെയിമിംഗ് കൺസൾട്ടന്റ് ബ്രോയുടെ വൈഫ്. അങ്ങേരല്ലേ വിയറ്റ്നാമിൽ പോയെന്ന് പറഞ്ഞ 200 രൂപ സൂപ്പർചാറ്റ് ചെയ്തേ. മണി കണ്ടെന്ന് പറഞ്ഞ പുള്ളിയാണ് മണി കണ്ടെന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ വൈഫാണ് അത്. പിടിച്ചേട്ടാ, തൂക്കിയേട്ടാ, കൈയോടെ പിടിച്ചേ. അണ്ണാ എന്റെ ഫ്രണ്ട് ഇതുപോലെ ബാങ്കോക്ക് പോയതാണ്. അവൻ കസ്റ്റമറായി പോയതാ. അവസാനം അവനെ പൈസ കേട്ട് ഇപ്പോ പൈൽസിന് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് നടക്കുവാണെന്ന്. ബാങ്കോങ്ക ജോലിക്ക് പോയി. ഞാൻ തായ്ലൻഡ് പോയപ്പോഴും സെയിം അവസ്ഥയായിരുന്നു. മണി മാത്രം
വേറെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ മണി അടിച്ചിങ്ങ് പോയിരുന്നു. മണി അടിച്ചോണ്ടൊന്നല്ലേ അഗസ്ത്യ ശിവ ബ്രോ, നിങ്ങളുടെ മോൻ ഇവിടെ നിങ്ങൾ മണി അടിച്ചിട്ട് പോയിരുന്നു. നിങ്ങളുടെ മോൻ ഈ ചാറ്റിലിരുന്ന് ഇതൊക്കെ കാണണം. അവനെ നിങ്ങൾ കുറ്റം പറയണല്ലേ? നിങ്ങൾ ഇങ്ങനെ ഒരു വൃത്തിയുടെ തന്തയായി പോയില്ലേ? നിങ്ങൾ ഇങ്ങനെ ഒരു വൃത്തിയുടെ തന്തയായി. ആ ചെറുക്കൻ എങ്ങനെ പിഴക്കായിരിക്കും? നിങ്ങൾ